ചെർണോബിൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 39 വർഷം. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് 1986 ഏപ്രിൽ 26-ന് ചെർണോബിലിൽ നടന്നത്. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബ് വിതച്ചതിനേക്കാൾ 400 മടങ്ങ് അധിക റേഡിയേഷനായിരുന്നു ചെർണോബിൽ ദുരന്തം ഉണ്ടാക്കിയത്. 39 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഇന്നത്തെ യുക്രൈന്റെ ഭാഗമായിരുന്ന പ്രിപ്യാത്ത് നഗരത്തിലെ ചെർണോബിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ലോകത്തെ തന്നെ നടുക്കിയ ആണവ ദുരന്തം അരങ്ങേറിയത്. 1986-ൽ സംഭവിച്ച ഈ അപകടം വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ജീവനക്കാരുടെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെർണോബിൽ ആണവ നിലയത്തിലെ 4-ാം നമ്പർ റിയാക്ടറിൽ സംഭവിച്ച സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലാണ് അപകടം സംഭവിച്ചത്. റിയാക്ടർ പൂർണ്ണമായും നിർത്തിവെക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിനുള്ളിൽ സംഭവിച്ച ചെയിൻ റിയാക്ഷൻ സ്ഫോടനത്തിന് കാരണമായി. റിയാക്ടറിലെ കോർ തന്നെ പൊട്ടിത്തെറിക്കുകയും ഉഗ്ര ആണവ വികിരണ ശേഷിയുള്ള മൂലകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്തു. ചെർണോബിൽ പ്ലാന്റിലെ 2 ജീവനക്കാർ സ്ഫോടനത്തിൽ മരണപ്പെടുകയും തുടർന്നുള്ള ആഴ്ചകളിൽ അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രോം കാരണം 28ഓളം പ്ലാന്റ് ജീവനക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 31 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഇന്നും നിഗൂഢമായി തുടരുകയാണ്. 10,000-കണക്കിന് ആളുകൾ ആണവ വികിരണമേറ്റതിനെ തുടർന്ന് രോഗശയ്യയിലായി. നിലയം നിന്നിരുന്ന പ്രദേശം അടുത്ത 20,000 വർഷത്തേക്ക് മനുഷ്യവാസ യോഗ്യമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിയാക്ടറിന് 30 കിലോമീറ്റർ ചുറ്റളവ് ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ എന്ന പേരിൽ ഇന്നും ഒരു അവശേഷിപ്പാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കൊപ്പം മനുഷ്യനും പ്രകൃതിക്കും ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ചെർണോബിൽ ദുരന്തം സമ്മാനിച്ചത്. വസ്തുതകൾക്ക് പകരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ഈ ആണവ ദുരന്തത്തെപ്പറ്റി പുറത്തുവന്നത്. 40 വർഷങ്ങൾക്കിപ്പുറവും ചെർണോബിൽ ദുരന്തം ഒരു ഇരുണ്ട ഓർമ്മയായി നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.